സിൽവർ ലൈൻ്റെ കുറ്റിയടിക്കാൻ സമ്മതിക്കാതെയുള്ള പ്രക്ഷോഭമായിരുന്നു തിരുനാവായയിൽ കണ്ടത്. ഒരു തരത്തിലും പദ്ധതി അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന നിലപാട്. എന്തുകൊണ്ടാണ് ഈ അതിവേഗ പാത നാട്ടുകാർക്ക് സ്വീകാര്യമാകാതിരുന്നത്? അതിനവർക്ക് പറയാൻ പലതുണ്ട് കാരണങ്ങൾ. സതേൺ റെയിൽവേയുടെയും ഈ സിൽവർ ലൈൻ പ്രൊജക്റ്റ് വരുന്ന ഈ പാതയുടെയും ഇടയിൽ കുടുങ്ങിപ്പോകുന്ന ഒരുപാട് വീടുകളുണ്ട്. ഒരു 150-150ഓളം വീടുകൾ അതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോവാണ്. ഇവരുടെ വഴി അടഞ്ഞു പോകും. കാരണം ഒരു ഭാഗത്ത് സതേൺ റെയിൽവേ, ഒരു ഭാഗത്ത് സിൽവർ ലൈൻ, മറുഭാഗത്ത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കായലാണ്. ഇവർക്ക് പിന്നീട് വേറെ എങ്ങോട്ടും പോകാനുള്ള വഴികളില്ലാതായി തീരുകയാണ്. കേരളിൻ്റെ മഞ്ഞക്കുറ്റി തിരുനാവായയിലെത്തിയപ്പോൾ അത് ഈ മണ്ണിൽ പതിക്കില്ല എന്ന നിലപാടിലായിരുന്നു തിരുനാവായക്കാർ. ശക്തമായ പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ അധികൃതർക്കും മഞ്ഞക്കുറ്റി പതിക്കാനാകാതെ മടങ്ങേണ്ടി വന്നു. എന്നാൽ പദ്ധതിയുടെ ആഘാതത്തിൽ നിന്ന് തിരുനാവായക്കാർക്ക് മോക്ഷമില്ല. ഒരു ആയുഷ്കാലത്തെ മോഹമായ വീടെന്ന സ്വപ്നം പോലും സാക്ഷാത്കരിക്കാനാകാത്തതിൻ്റെ നിരാശയാണ് പലർക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് പോകണമെങ്കിൽ തിരുനാവായക്ക് പോകണം. ഇനിയിപ്പോൾ ഇതിൽ കൂടെ റെയിലും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെരുവയിലോ പെരുവയിലോ റെയിൽവേ കൊണ്ടേക്കോട്ടെ, നമുക്ക് അതിൽ സന്തോഷമുള്ള കാര്യമുള്ളൂ. പക്ഷെ അതിന് ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങൾ തന്നെ ഒരുപാടുണ്ട്. പരിഹാരം കാണിച്ചിട്ട് കൊണ്ടേക്കോട്ടെ, അതിന് കുഴപ്പമില്ല. ആദ്യം പരിഹാരം കാണണം. പരിസ്ഥിതി സൗഹാർദ്ദമായ മേഖലയുടെ സന്തുലിതാവസ്ഥ തകരുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചേരാക്കൊക്കൻ്റെ സങ്കേതമാണിത്. പലതരത്തിലുള്ള കൊക്കുകളും മറ്റും ജീവിക്കുന്ന ഒരിടം. ഈ പക്ഷി സങ്കേതത്തെ തകർത്തുകൊണ്ടാണ് ഇവിടെ ഇതുവഴിയുള്ള ഈ കേരളയിൽ കടന്നു പോകുന്നത്. ഇത് അനുഭവിക്കുന്ന ജനങ്ങളുമായിട്ടാണ് ചർച്ച നടത്തേണ്ടത്. അവർക്ക് അവരുടെ ആശങ്കകളാണ് കേൾക്കേണ്ടത്. അവർക്ക് എന്ത് പറയാനുള്ളതാണ് അറിയേണ്ടത്. വികസനത്തിന് എതിരല്ല, പക്ഷേ ഉറപ്പുകൾ പാലിച്ചുകൊണ്ടാകണമെന്നാണ് തിരുനാവായക്കാർ പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.